സംസാര ശ്രവണ വൈകല്യ വിഭാഗം വിദഗ്ധന്മാരുടെ സംഘടനയായ ഇന്ത്യൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ഘടകത്തിന്റെ 16ാം ദേശീയ സമ്മേളനം എറണാകുളത്ത് നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മണിപ്പാൽ കോളേജ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽ പ്രൊഫസർ ഡോക്ടർ ബേലൂർ രാജശേഖരൻ നിർവഹിക്കും. കേരളത്തിൽ നിന്നും പുറത്തുമായി 1000-ൽ പരം പ്രൊഫഷണലുകളും 250ഓളം വിദ്യാർത്ഥികളുമാണ് നവംബർ 30, ഡിസംബർ 1 തീയതികളിലായി എറണാകുളത്ത് നടക്കുന്ന ഇന്ത്യൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ഘടകത്തിന്റെ 16ാം ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മണിപ്പാൽ കോളേജ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽ പ്രൊഫസർ ഡോക്ടർ ബേലൂർ രാജശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുമതിയില്ലാതെ തുടങ്ങാനിരുന്ന BSc ഡെവലപ്മെന്റ് തെറാപ്പി കോഴ്സ് തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ് വാങ്ങിയത് സംഘടനയുടെ വിജയമാണെന്നും സ്വകാര്യ ആശുപത്രികളിൽ മിനിമം വേതനം നൽകണമെന്ന സർക്കാർ ഉത്തരവ് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഇടപെടലുകൾ സംഘടന നടത്തുന്നുണ്ടെന്നും സെക്രട്ടറി ജാബിർ PM വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ആണ് നമുക്ക് ഏതൊരു കാര്യത്തിനും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ അതില്ലാത്ത രീതിയിൽ നമ്മളെ ഒരു കോഴ്സ്, അതായത് BSc ഡെവലപ്മെന്റൽ തെറാപ്പി കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉഹാസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭിന്നശേഷി വകുപ്പിന്റെ അംഗീകാരം ഇല്ലാതെ തുടങ്ങിയത് കൊണ്ട് അതിനെതിരെ ആയിട്ട് നമ്മളൊരു കേസ് ഫയൽ ചെയ്യും. അപ്പോൾ ആ കേസ് വളരെയധികം, അതായത് അതിന്റെ ഹൈക്കോടതിന്റെ കണ്ടെത്തലിലൂടെ അത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ തന്നെ, അതായത് ഭിന്നശേഷി വകുപ്പിന്റെ കീഴിൽ തന്നെ വരണമെന്ന് കണ്ടെത്തി അവർ അംഗീകാരം നേടണമെന്ന് ഈ സംഘടനയുടെ ഇടപെടലുകൾ മൂലം അതിന്റെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ആശുപത്രികളിൽ ഇപ്പം, അതായത് പ്രൈവറ്റ് ആശുപത്രികളിൽ മിനിമം വേതനം, അതായത് ഇപ്പൊ ഈ ഓഡിയോളജി അതുപോലെ ഈ ഒരു വിഭാഗം ആൾക്കാർക്ക് ആവശ്യമായ രീതിയിലുള്ള മിനിമം സാലറി നടപ്പാക്കാന്നുള്ളത് നേരത്തെ തന്നെ ഉത്തരവിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പല സ്ഥലത്തും അത് പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അപ്പൊ അക്കാര്യത്തിലും ഒരു നടപടി ഉണ്ടാകാൻ വേണ്ടി സംഘടന ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.